ഞാനുണ്ടല്ലോ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇത്രയും നേരം ഞാൻ മിണ്ടായിരുന്നില്ലേ, ഇനി കുറച്ചു നേരം എൻ്റെ പാചകടിനെ സഹിച്ചേക്ക്. വേറൊന്നുമല്ല, ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് കാണുന്ന പോലെ തന്നെ നല്ല കിടിലനായിട്ടുള്ള ഐറ്റം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചെങ്കിൽ കയ്യിൽ കിട്ടിയ എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങ് ചേർത്ത് ഉണ്ടാക്കിയുള്ള ഒരു ചിക്കൻ. പക്ഷെ ഇതങ്ങ് കഴിച്ചപ്പോണ്ടല്ലോ, ആ ഒരു എന്താ പറയാ, ആ ഒരു സമയത്തെ ഫീലിംഗ് ഒന്നും പറയാൻ പറ്റില്ല. അത്രയും കിടക്കാച്ചിയായിരുന്നു. അത് വൺസ് എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവത്തുള്ളൂ. പിന്നെ വൺസ് ട്രൈ ചെയ്ത് നോക്കിയാലോ, ഇനി അത് എന്തായാലും ഒന്നും കൂടെ ഉണ്ടാക്കുകയും ചെയ്യും. അത്രയ്ക്ക് കിടലനായിട്ടായിരുന്നു. ഇത് വെറുതെ തള്ളി പറിക്കുന്നതല്ല കേട്ടോ, കിടലെന്ന് പറഞ്ഞാൽ അത്രയും കിടലനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയുകയും ചെയ്തത്. യൂട്യൂബ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ഈ പറഞ്ഞ പോലെ റെസിപ്പീസിന്റെ വീഡിയോസാണ്. അതിൽ ഫുൾ ചിക്കനും അതുപോലെ തന്നെ അൽഫാമും അങ്ങനെ പല പല ഐറ്റംസിന്റെ ഒരു വീഡിയോ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ റെസിപ്പീസ് തപ്പിപ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ തന്നെ ഒരു സെൽഫായിട്ടുള്ള റെസിപ്പി അങ്ങ് ഉണ്ടാക്കാന്ന്. പരീക്ഷണങ്ങൾ പണ്ടേ കുറച്ച് ഇഷ്ടമാണല്ലോ. അങ്ങനെ ഉണ്ടാക്കി തരുന്നു കേട്ടോ ഈ ഒരു സംഭവം. ഇതിലാണെന്നുണ്ടെങ്കിലോ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നേക്കാളും പകുതി സാധനങ്ങൾ മതി. മസാലകളാണെങ്കിലും അതുപോലെ തന്നെ തക്കാളിയും സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആണെങ്കിലും അതെ, ഒരു സബോളയും ഒരു തക്കാളിയൊക്കെയാണ് ആകെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഫൈനൽ റിസൾട്ട് വാവ് എന്ന് തന്നെ പറയാം, ഒറ്റ വാക്കിൽ പറയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ദാ ഈ ഒരു ആളുടെ അടുത്ത് നിന്ന് കിട്ടിയ ഈ ഒരു അപ്രീസിയേഷൻ. ദാ ഇത് കേട്ടില്ലേ, ഞാൻ എന്തുണ്ടാക്കിയാലും അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റോ കുറവ് കണ്ടെത്തുന്ന ആളാട്ടോ എൻ്റെ ചേട്ടൻ. പക്ഷെ ആ ആള് പോലും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നാലോചിക്കൂ ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. അതിനേക്കാൾ വലിയ തെളിവാണ് ഇതാ ഈ കാണുന്നത്. ഈ ഒരു ചിക്കൻ എങ്ങനെ ഇരുന്നാ എന്താ ഇപ്പൊ കണ്ടോ?